വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസിന്റെ സീരിയസ് ആയിട്ട് ഓരോരോ ഓരോ പുതിയ റെസിപ്പീസ് ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്യാത്ത റെസിപ്പീസ് ഒക്കെ ചെയ്യാന്ന്. പക്ഷെ സമയം കിട്ടിയില്ല കേട്ടോ. ഇന്നാണെന്ന് സമയം കിട്ടിയത്. അപ്പൊ നല്ല അടിപൊളി താറാവ് റോസ്റ്റും അതിന്റെ കൂടെ നല്ല അടിപൊളി വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രത്യേകത നമ്മുടെ ഇന്നത്തെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിക്കു ആണ് കേട്ടോ. പിക്കു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പിക്കു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി തരാറുന്നില്ല, നല്ല മടിയാണ് ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹം താറാവ് റോസ്റ്റും അതുപോലെ തന്നെ വട്ടയപ്പവും കഴിക്കാന്ന്. അപ്പൊ ആള് വട്ടയപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആളുടെ താറാവ് റോസ്റ്റ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ഹലോ ഗൈറ്റ്സ്, ഇത് നമ്മൾ ഇന്ന് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച താറാവ് ഏകദേശം ഒരു 2 കിലോ താറാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഒരു ബേസിലേക്ക് ഇട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ആകെ ഇടുന്ന പറഞ്ഞാൽ നമ്മുടെ പച്ച കുരുമുളക് അരച്ചതും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോണത് ഈ താറാവിലേക്ക്. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ലാസ്റ്റാണ് നമ്മൾ ചേർക്കുക. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചു, ഇനി ഉരുളി വെക്കാൻ പോവാണ്. അപ്പോൾ ഉരുളിയും കൂടെ വെച്ചു നമ്മൾ. ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓയിൽ ഒഴിക്കാൻ പോവാ. അപ്പം നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ തിളച്ചു, ഇനി അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിടാം. വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി ഇടാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ വലിയ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളവും മസാലയൊക്കെ കിടന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും മസാലയൊക്കെ കിടന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അതേ സമയം തന്നെ നമ്മൾ കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. തേച്ച് വെച്ചിട്ട് ഈ താറാവിലേക്ക് മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നമ്മുടെ താറാവ് വെന്തോളും. അപ്പൊ ഈ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടയപ്പും അതുപോലെ തന്നെ നമ്മുടെ നാടൻ താറാവ് റോസ്റ്റും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തത്. ഗ്രേവിയിൽ മുക്കി കഴിക്കാനല്ലേ സൂപ്പർ ടേസ്റ്റ്.
അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ. വായിൽ കൊതി വരുന്നിട്ട് എങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി കോംബോ ആയിട്ടാ. നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് നോമ്പ് വീട്ടാൻ കഴിക്കില്ലേ, അപ്പൊ ആ ഒരു ടേസ്റ്റും ഇല്ല, ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്കിനി അടുത്ത സീരിയസ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. എല്ലാവരോടും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് പപ്പ എടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കാം. എങ്ങനെയുണ്ട്? ശരിക്കത്തെ ടേസ്റ്റ് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് മമ്മിയോട് ചോദിക്കാം. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയ നമ്മുടെ മെയിൻ ഷെഫിനോട് ചോദിക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. സെറ്റ് ആയിട്ടില്ലേ? അടിപൊളിയായിട്ട്. സോ അപ്പൊ അത്ര